50% ഇറക്കുമതി തീരുവ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ഇന്ത്യൻ നിലപാട് എന്തെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്ന നിലപാടിൽ ഉറച്ചുനിന്നാൽ ആഗോളതലത്തിൽ എന്ത് സംഭവിക്കുമെന്നുകൂടി വിലയിരുത്തുകയാണ് 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ്. പണ്ട് 7ാം കപ്പൽപ്പട വന്ന് തമ്പടിച്ചപ്പോൾ അതിൽ നമ്മൾ മേടിച്ചില്ല. ആ പാരമ്പര്യം ഇന്ത്യക്കുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ സമ്മർദ്ദത്തോട് ഏത് രീതിയിൽ നേരിടാൻ കഴിയും എന്നതാണ് പ്രതീക്ഷ. അങ്ങനെ നേരിടുന്നതിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ഇമ്പാക്ട് എന്താകും ദിലീപ്? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് തൽക്കാലം വഴങ്ങേണ്ടെന്ന നിലപാടാണ് ഇന്ത്യയുടേത്. നേരത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, കേന്ദ്ര പെട്രോളിയം മന്ത്രാലയമൊക്കെ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അത് യുക്രൈനിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിന് ഇന്ത്യ അനുകൂലമാണ് എന്ന നിലപാട് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന സമ്മർദ്ദമാണ് ഇന്ത്യക്ക് മേലുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ലോകരാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് എണ്ണ വാങ്ങുന്നത് അത് ആഗോളതലത്തിലുള്ള എണ്ണയുടെ വിപണി, ഇന്ത്യൻ വിപണി തുടങ്ങി പല കാര്യങ്ങളും കണക്കിലെടുത്താണ് ഈ നിലയിൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. പക്ഷേ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ എണ്ണയുടെ വില വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകുന്ന രാജ്യം, അതായത് ഒരു ഡിസ്കൗണ്ടിലൂടെ, ഇളവുകളിലൂടെയൊക്കെ എണ്ണ നൽകുന്നത് റഷ്യയാണ്. ഇന്ത്യ 40 രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ, ഏതാണ്ട് 40% എണ്ണ ഇറക്കുമതിയും റഷ്യയിൽ നിന്നാണ് എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. വിദേശ മന്ത്രാലയം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ ഉപരോധം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ റഷ്യയുമായുള്ള ഇറക്കുമതി എന്നൊക്കെ പറഞ്ഞ് ഈ പ്രകോപിപ്പിക്കുന്ന അമേരിക്ക തന്നെ റഷ്യയിൽ നിന്ന് പല സാധനങ്ങളും ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആണവ വ്യവസായത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. വൈദ്യുത വാഹന നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. രാസവളങ്ങൾ, രാസവസ്തുക്കൾ തുടങ്ങിയവ റഷ്യയിൽ നിന്ന് ഇപ്പോഴും അമേരിക്ക നിർബാധം ഇറക്കുമതി ചെയ്യുകയാണ്. അക്കാര്യങ്ങൾ ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് പ്രകടമാണെന്ന കാര്യവും ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യ ഈ അസംസ്കൃത എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ തന്നെ യൂറോപ്യൻ യൂണിയനിലേക്ക് വലിയ തോതിൽ സംസ്കരിച്ച എണ്ണ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ നിലയിൽ, അതായത് റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് അസംസ്കൃത എണ്ണ വാങ്ങുന്നു, യൂറോപ്യൻ യൂണിയനിലേക്ക് സംസ്കരിച്ച എണ്ണ കയറ്റുമതി ചെയ്യുന്നു. അക്കാര്യത്തിലൊക്കെ യൂറോപ്യൻ യൂണിയൻ്റെ ഇരട്ടത്താപ്പും ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പലപ്പോഴും ഇന്ത്യ ഈ അമേരിക്കൻ സമ്മർദ്ദത്തിന് നേരത്തെ വഴങ്ങിയിട്ടുള്ളത് ഇന്ത്യക്ക് തിരിച്ചടിയായിട്ടുള്ളതാണ് അനുഭവം. അത് ഇറാനിൽ നിന്ന് നേരത്തെ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നു. അന്ന് അമേരിക്ക, അതായത് ആദ്യത്തെ ട്രംപ് ഭരണകൂടം അന്ന് ഇറാനുമേൽ ഉപരോധത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് പോയി. പിന്നീട് വെനിസ്വേലയുമായി ഇന്ത്യ കരാറുണ്ടാക്കിയിരുന്നു. വെനിസ്വേലയുടെ കാര്യത്തിലും അമേരിക്ക ഈ നിലയിലുള്ള ഉപരോധം തുടർന്നു. വലിയ തോതിൽ വെനിസ്വേലയിലെ എണ്ണ കമ്പനികളിൽ ഇന്ത്യ നിക്ഷേപം നടത്തിയിരുന്നതാണ്. അതിൽ നിന്നും ഇന്ത്യക്ക് പിന്മാറേണ്ടി വന്നു. പക്ഷേ പിന്നീട് ട്രംപ് മാറി ബൈഡൻ വന്നതോടുകൂടി വെനിസ്വേലയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ അമേരിക്ക നീക്കി. അങ്ങനെ തിരിച്ചടികൾ ഇന്ത്യക്ക് മാത്രവും നേട്ടം അമേരിക്കയ്ക്കും എന്ന നിലയിലേക്കൊക്കെ മാറുന്നതുകൂടി കണക്കിലെടുത്താണ് ഇന്ത്യ ഇപ്പോഴും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ഇത് ആഗോളതലത്തിൽ തന്നെ ഒരുപക്ഷെ ഭൗമരാഷ്ട്രീയത്തെയൊക്കെ വളരെ സ്വാധീനിക്കുന്ന ഘടകമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനവും സെപ്റ്റംബർ 1 ഷാങ്ഹായ് സഹകരണ കൗൺസിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് പോവുകയാണ്. 2018 ശേഷം ആദ്യമായാണ് നരേന്ദ്രമോദി ചൈനയിലെത്തുന്നത് എന്ന സവിശേഷതയുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ നിലയിലുള്ള ഈ ഉപരോധം അമേരിക്ക തുടരുകയാണെങ്കിൽ മറ്റു നിരവധി സാധ്യതകൾ ഇന്ത്യ തേടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉടൻ തന്നെ മോസ്കോയിലെത്തും. അങ്ങനെ ആ നിലയിലുള്ള ബന്ധങ്ങൾ പല തലത്തിൽ ചർച്ചയാക്കുന്നുണ്ട് ഇന്ത്യ. ഇതോടൊപ്പം അമേരിക്ക മാത്രമല്ല ഇന്ത്യയുടെ വിപണി എന്ന നിലയിലേക്ക് ഇന്ത്യ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ യൂണിയനുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. അങ്ങനെ ഇന്ത്യ വിപണി വൈവിധ്യവൽക്കരണം കൂടി നടത്തി വരികയാണ്. ആ നിലയിലും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സമ്മർദ്ദത്തെ ചെറുക്കാമെന്നാണ് ഇന്ത്യ കരുതുന്നത്. അതോടൊപ്പം ഹാഷ്മി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ബ്രസീൽ പ്രസിഡന്റ് ലുല ഡെ സിൽവ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ സമ്മർദ്ദത്തിൽ ബ്രസീലിനും ഇന്ത്യക്കുമാണ് ഇപ്പോൾ അധിക തീരുവ 50% തീരുവ എന്ന നിലയിലേക്ക് ഈ ഇറക്കുമതി തീരുവ എത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബ്രസീൽ പ്രസിഡന്റിൻ്റെ മുൻകൈയിൽ അദ്ദേഹം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും ഒക്കെ വിളിച്ച് ഒരു സംയുക്ത പ്രസ്താവന ഈ രാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഇറക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്നാണ് ബ്രസീൽ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് തൽക്കാലം ഇന്ത്യ വഴങ്ങുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇന്ത്യയുടെ വിപണി, ഇന്ത്യയുടെ കയറ്റുമതി തുടങ്ങിയവയൊക്കെ കണക്കിലെടുത്ത് കരുതലോടുകൂടിയായിരിക്കും ഇന്ത്യയുടെ തീരുമാനങ്ങൾ, നിലപാടുകൾ. ഹാഷ്മി, ക്രിസ്റ്റീന. ഓക്കെ, താങ്ക് യു ബി ദിലീപ് കുമാർ. അപ്പോൾ അതാണ് ഈ പറയുന്ന രീതിയിൽ നേരത്തെ മധുചേട്ടൻ പറയുന്ന പോലെ ആ റൊമാൻസ് ഏതാണ്ട് അവസാനിച്ചു പോകുന്നൊരു സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരുപക്ഷേ മേഖലയിലെ ശാക്തിക ബലാബല ശക്തിക ചേരികളൊക്കെ മാറ്റം ഉണ്ടാക്കാനിടയുള്ള ഒരു ചരിത്രപരമായ ഷിഫ്റ്റൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയില്ല അല്ലേ? പക്ഷേ നമുക്ക് ബദലുണ്ട്. ഇത് നമ്മൾ പഴയൊരു കാര്യം ആലോചിച്ചാലേ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവിടെ എക്സ്ട്രാ ഇരുന്ന കുറച്ച് ഗോതമ്പ് നമുക്ക് തന്നിരുന്നു ഇവർ. പട്ടിണി പാവങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് നമ്മളോടൊരു ചെറിയ വില വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇന്ത്യയിലെ പാവങ്ങൾക്ക് ഞങ്ങളുടെ അമേരിക്കൻ എംബസി വഴി ഇത് അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. പക്ഷേ നെഹ്റു പറഞ്ഞു വേണ്ട, ഇന്ന് മുതൽ ഞങ്ങൾക്കത് വേണ്ട. അതിനുശേഷമാണ് ഭക്രാനെങ്കിലും തുംഗഭദ്രയും ഒക്കെ നമ്മൾ പണിതതിന് ശേഷം നമ്മൾ ഗ്രീൻ റെവല്യൂഷനും വീറ്റ് റെവല്യൂഷനും എന്നിട്ട് നമുക്ക് അധികം ഉണ്ടായ ഗോതമ്പ് നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള ഒരു ഇതാണ്. അപ്പൊ നമുക്ക് ബദലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇതിപ്പോ തീരുവയാണല്ലോ. പണ്ട് ഇല്ല സെവന്ത് ഫ്ലീറ്റ് വന്ന് അവിടെ ഒന്ന് വിരട്ടി ഇന്ദിരാഗാന്ധി പറഞ്ഞു അത് കൈവച്ചോളം പറഞ്ഞു വരട്ടെ. അപ്പോൾ ആ പാരമ്പര്യമുള്ളവരാണ്. അപ്പോൾ പാരമ്പര്യമുള്ള നമ്മളെ തീരുവൊന്നും പറയല്ലേ പ്ലീസ്.